കോവിഡ് വാക്സിൻ കാരണം സൈന്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സൈനികരെ തിരിച്ചു വിളിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. കോവിഡ് വാക്സിൻ കാരണമെന്ന് പറയുമ്പോൾ കോവിഡ് വാക്സിൻ എടുക്കാത്തതിൻ്റെ പേരിൽ സൈന്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സൈനികരെ തിരിച്ചു വിളിക്കുന്ന കാര്യം ആലോചനയിലാണ് എന്ന് ഇപ്പോൾ പെൻറ്റഗൺ സൂചിപ്പിക്കുന്നു. പിരിച്ചുവിട്ട അമേരിക്കൻ സൈനികരെ തിരിച്ചു വിളിക്കുന്ന സംബന്ധിച്ച് പ്രതിരോധ വകുപ്പ് വലിയ പ്രഖ്യാപനം നടത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് കീഴിൽ കോവിഡ് വാക്സിനേഷൻ എടുക്കാത്തതിൻ്റെ പേരിൽ സൈന്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ അല്ലെങ്കിൽ സൈന്യത്തിൽ നിന്ന് സ്വമേധയാ പുറത്തുപോയവരോ ആയ സൈനികരുമായി വീണ്ടും ബന്ധപ്പെടാൻ പ്രതിരോധ വകുപ്പ് ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷമാണ് അമേരിക്കൻ സൈനികരെ എല്ലാം തിരിച്ചു വിളിക്കാൻ ഉള്ള നീക്കം തുടങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്ത ഉടൻ അമേരിക്കയിൽ നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ആ ദൃശ്യമായി തുടങ്ങിയ മാറ്റങ്ങൾ ഒന്നാണ് ഈ മാറ്റം. ഇതിനുശേഷം US പ്രതിരോധ വകുപ്പിൻ്റെ ആസ്ഥാനമായിട്ടുള്ള പെൻറ്റഗൺ ഒരു വലിയ നടപടി തന്നെ ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയുണ്ടായി. കോവിഡ് വാക്സിനേഷൻ എടുക്കാത്തതിൻ്റെ പേരിൽ സൈന്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ സ്വമേധയാ സൈന്യം വിട്ടുപോയ സൈനികരുമായി വീണ്ടും ബന്ധപ്പെടാൻ സൈനിക സേവനങ്ങളോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയിൽ. പോരാത്തതിന് സൈനികരെ വീണ്ടും റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഇവർ അന്വേഷിച്ചു വരികയാണ്. US മടങ്ങാൻ ആഗ്രഹിക്കുന്ന സൈനികർ കുറഞ്ഞത് 2 വർഷത്തേക്ക് വീണ്ടും സേവനമനുഷ്ഠിക്കണം എന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഉത്തരവിനെ തുടർന്നാണ് പെൻറ്റഗണിന്റെ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. കോവിഡ് വാക്സിനേഷൻ മാൻഡേറ്റ് സൈനികർക്ക് അനാവശ്യവും അമിതമായിട്ടുള്ള ഭാരവുമാണ്. ഈ വിഷയത്തിൽ പുറത്തിറക്കിയ മെമ്മോയിൽ പ്രതിരോധ അണ്ടർ സെക്രട്ടറി ഡാരിൻ സെൽനിക്കാണ് ഇക്കാര്യം പറഞ്ഞത്. കോവിഡ് വാക്സിൻ എടുത്തില്ല എന്ന് പറഞ്ഞ് സൈന്യത്തിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമില്ല സൈനികരെ. അവർ അല്ലാതെ തന്നെ മനസ്സിന് കട്ടിയുള്ളവരും പ്രതിരോധ ശേഷിയുള്ളവരുമാണ്. അത്തരത്തിലുള്ള സൈനികപരമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സൈനികരുമായിട്ടുള്ള ബന്ധപ്പെടുന്നതിനുള്ള ഒരു പരിപാടി ആരംഭിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പുറത്തുപോയ 2021 വാക്സിൻ എടുക്കാൻ വിസമ്മതിച്ചതിന് 8200-ലധികം സൈനികരെയാണ് സൈന്യത്തിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ള റിപ്പോർട്ടാണ് ആ സമയം ഉണ്ടായിരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കണക്ക് തന്നെയാണ്. എന്നിരുന്നാലും 2023 ആ സൈനികർക്ക് വീണ്ടും സൈന്യത്തിൽ ചേരണം എന്ന നിർദ്ദേശം അവർക്ക് നൽകിയിരുന്നു. എന്നാൽ പലരും ചേരാനായിട്ട് തയ്യാറായില്ല. വെറും 113 സൈനികർ, അതായത് ഈ 8200 പേരിൽ 113 സൈനികർ മാത്രമാണ് തിരിച്ചു വന്നത്. എന്നാൽ ആ സൈനികരെ കൂടെ, അതായത് ബാക്കിയുള്ള സൈനികരെ കൂടെ എങ്ങനെയും തിരിച്ച് അമേരിക്കയുടെ സൈന്യത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം ട്രംപിൻ്റെ. എന്തായാലും സൈനികരുടെ നിർദ്ദേശത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ US പ്രതിരോധ വകുപ്പ് സൈനികർക്കായി പുറപ്പെടുവിച്ച ഈ നിർദ്ദേശത്തിൽ വീണ്ടും റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സൈനികരെ അവരുടെ മുൻ തസ്തികയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമായ എല്ലാ വ്യവസ്ഥകളും പാലിക്കുന്നുണ്ടെങ്കിൽ ശമ്പളം, ആനുകൂല്യങ്ങൾ, ബോണസ് എന്നിവ ലഭിക്കും. ഇതിൽ ശാരീരിക ക്ഷമത, വൈദ്യപരിശോധന തുടങ്ങിയ വ്യവസ്ഥകൾ ഉൾപ്പെടുന്നു. ആർക്കെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ മാത്രമാണ് അവരെ നിയമിക്കാത്ത ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഈ പരിപാടി വിജയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. 60 ദിവസത്തെ സമയമാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.